ഇത്ര രാവിലെ ആകാശത്ത് എവിടെ പോയതാ? എടാ ഗോപി ഒന്ന് വേഗമായിട്ട്. അമ്പലത്തിൽ പോകാൻ ചാരുവിന് കാറ് വേണമെന്ന് ആകാശം. എന്റെ ബാല, ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞ് റെസ്റ്റില്ല ഓടി നടക്കുക ആകാശമോൻ. സത്യത്തില് ഇങ്ങനൊരു മോനെ കിട്ടിയതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എല്ലാം സ്വയം ഏറ്റെടുത്ത് സമയത്തിന് ആഹാരം പോലും കഴിക്കാതാ ആകാശമോൻ ഓരോ കാര്യത്തിനും ഓടി നടക്കുന്നത്. എന്നെ പോലും അവൻ ഒന്നും ഏൽപ്പിക്കുന്നില്ല. ബാലനെ ഓർത്തു നോക്കെ, ആകാശില്ലായിരുന്നെങ്കിൽ ബാലനിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ബാലനെ ഓർത്തു നോക്കൂ, ഓഫീസിൽ പോലും പോകാതെയാ ആകാശമോൻ ചേട്ടന്റെ കല്യാണം ഏറ്റെടുത്ത് നടത്തുന്നത്. അതൊക്കെ ശരിയാ. ഏട്ടന്റെ കല്യാണം എന്ന് പറയുമ്പോ അതവന്റെ കടമയല്ലേ? അവനല്ലാതെ മറ്റാരേതൊക്കെ ചെയ്യേണ്ടത്? കണ്ടില്ലേ ചാരു ഒരുങ്ങി വന്നത്? അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിട്ട് ചാരു തിരിച്ചു കയറാൻ പറ്റുമോ? അതിന് കൂടെ പോകാൻ അരവിന്ദ് മാൻ കൂടി വേണ്ടേ? അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞാ അവനതിന് പണ്ടേ മടിയാ. ഇനിയിപ്പോ അകത്ത് തർക്കിച്ച് നിൽക്കണമെന്നറിയില്ല. ഗോവിന്ദ ഒന്ന് ചെന്ന് നോക്കിയേ. അരവിന്ദേട്ടനെ ഇപ്പൊ കുറച്ച് വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാലമാമേ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ അമ്പലത്തിലേക്ക് വരാറുണ്ട്. എന്നിട്ടിപ്പോ കാണുന്നില്ല അരവിന്ദനെ. ഇന്നും നാളെയൊക്കെ ഉദയാസ്ഥാന പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനാ രണ്ടുപേരോടും പോകാൻ പറഞ്ഞത്. മോളുടെ പേരിൽ വിശേഷാൽ പൂജയുണ്ട്. അരവിന്ദനെ വിളിക്കാൻ പോയി ഗോവിന്ദനും കാണുന്നില്ലല്ലോ. അരവിന്ദേ, അരവിന്ദേ. അതെ, അരവിന്ദേ. അരവിന്ദനെ കുറ്റം പറയല്ലേ. അവൻ റെഡി ആയിട്ട് വന്നതാ. പക്ഷെ പാന്റ് ഷർട്ട് ഇട്ടിട്ടാ നിന്നത്. ഞാൻ പറഞ്ഞു മുണ്ടെടുത്തിട്ട് വരാൻ. ഇക്കണക്കിന് കല്യാണത്തിന് നീ പാന്റ് ഇടണമെന്ന് പറയോ? ആകാശ് എവിടെ പോയി? എന്നോട് പറഞ്ഞില്ല. ഞാൻ ലേറ്റായോ? നാളത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നുകൂടി പറയാൻ വേണ്ടി പോയതാ. ഇനി അവസാന നിമിഷം വല്ലതും വിട്ടുപോയാ അതിനും നമ്മൾ തന്നെ ഓടണ്ടേ? പറയുമ്പോ ആയിരപ്പറക്കാരെ പേര് കേട്ട വലിയ തറവാട്ടുകാരും ജന്മികളും ഒക്കെയാ. സ്വത്താണെങ്കി പറയേ വേണ്ട. കല്യാണം പ്രമാണിച്ചെങ്കിലും ഒരു കാറ് വാങ്ങായിരുന്നു. ഒരു പഴയ കാറ് കൊണ്ട് ഓടിക്കാൻ ഇവനും ഉണ്ട്. അമ്മ പേടിക്കണ്ട, ഞാൻ ഒരു റെന്റേ കാർ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിയുന്നവരെ നമുക്ക് ഓടാൻ. അത് നന്നായി. കല്യാണത്തിന് നമുക്ക് ഇറങ്ങാൻ ഒരു കാറും കൂടി പറഞ്ഞത് നന്നായി. നമുക്കിവിടെ ഒരു കാറൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഏതായാലും കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ. എന്തായാലും നീ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ? അതിന്റെ കൂടെ നമുക്ക് പുതിയൊരു കാറിന്റെ കാര്യം കൂടി ആലോചിക്കാം. എന്തായാലും സമയം കളയാതെ നീ അമ്പലത്തിൽ പോവാൻ നോക്ക്. നടയടയ്ക്കാറായി. ചേട്ടാ കീ. അമ്മേ. ആ നട അടച്ചിരിക്കുകയാണല്ലോ. തടസ്സമൊക്കെ മാറാൻ പൂജയും വഴിപാടും ഒക്കെ ചെയ്തിട്ടും തടസ്സങ്ങളാണല്ലോ കാണുന്നത്. നിവേദ്യത്തിന് നടയടച്ചതാ. ഇത് തടസ്സമൊന്നുമല്ല. നിവേദ്യം ഭഗവാന് ഭക്ഷണം നേദിക്കുന്നതല്ലേ? അത് നല്ല കാര്യമല്ലേ? ആഹാര നീഹാരാദികളൊക്കെ കഴിഞ്ഞ് സംതൃപ്തനായിരിക്കുന്ന ദേവൻ കൂടുതൽ സംപ്രീതനായിരിക്കും. അതുമല്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടായിട്ടും ഈ അരവിന്ദൻ ഇതുവരെ ഈ നടയിൽ വന്ന് തൊഴുതിട്ടുണ്ടോ? കാര്യം കാണാൻ ഓടിയെത്തുന്നവരെ അങ്ങനെ നട തുറന്ന് സ്വീകരിക്കാൻ ദൈവത്തിന് പോലും മടി കാണും. അതിനെ അച്ഛൻ അങ്ങനെ കാണണ്ട. ചേട്ടന് ആവശ്യത്തിന് ഭക്തിയൊക്കെ ഉണ്ട്. അമ്മയും കൂട്ടി അരവിന്ദേടൻ മുമ്പ് അമ്പലത്തിൽ വരാറുണ്ട്. രണ്ടുപേരും നമ്മൾ വന്നു പോലും അറിഞ്ഞിട്ടില്ല. പരിസരം മറന്ന് സംസാരിച്ചിരിക്കുക. കാണുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. എന്റെ ദേവി, നാളെയാ കല്യാണം. ശാന്തപ്പൻ ഇനിയും വന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ കൗണ്ടറിൽ പോയി പണം കെട്ടിയിട്ട് വരാം. ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ ഈ നടയിലേക്ക് ഓടി വരാം. എന്റെ കണ്ണീര് ഏറ്റവും കൂടുതൽ വീണ മണ്ണായത് പെണ്ണമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ.
ഞാൻ അമ്മയുടെ ഫോട്ടോ ആയിരപ്പാറയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനാ? അവിടെ അപ്പച്ചിയുടെ ഒരുപാട് ഫോട്ടോ ഇരിപ്പുണ്ടല്ലോ. ആൽബത്തിലും അല്ലാതെ ഫ്രെയിം ചെയ്തും എത്ര ഫോട്ടോ ഉണ്ട്? ഞാനതൊക്കെ കണ്ടത് അമ്മ മരിച്ചപ്പോ അമ്മാവനെന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയില്ലേ, ആ കാലത്താ. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവിടെ നിൽക്കാനായിരുന്നു എനിക്കിഷ്ടം. ആകാശിന്റെയും ചാരുവിന്റെയും കൂടെ ഒക്കെ കളിക്കാമല്ലോ. പിന്നെ ഇവിടെ കുട്ടനാട്ടെ കായലും കൈത്തോടും നാട്ടുവഴികളും. എന്തിന്? ഈ അമ്പലം പോലും എനിക്ക് മിസ്സായത് 8 വർഷമാ. ഇപ്പോഴാ ആ ഗ്യാപ്പ് നമ്മളെല്ലാം ഒരുപാട് അകറ്റീന്ന് തിരിച്ചറിയുന്നത്. ഇനി ചാരു ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ഇനി ഈ കണ്ണുകൾ കലങ്ങാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചാരുവിന് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ചാരുവിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. അച്ഛനെ ആകാശനെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്ന കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് എവിടെ പോകണമെന്നാ ചാരുവിന്റെ ആഗ്രഹം? എനിക്ക് എങ്ങും പോണ്ട, എനിക്ക് മണ്ണ് വിട്ട് എങ്ങും പോണ്ട. ഇനിയുള്ള കാലം ബാലമാമന്റെ കാര്യങ്ങൾ നോക്കി ബാലമാമന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ തന്നെ കഴിയണം. അപ്പോ എന്റെ കാര്യങ്ങളോ? എനിക്ക് ഇഷ്ടപ്പെട്ട ആരുണ്ടാക്കി തരും? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അരവിന്ദേട്ടന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. പിന്നെ ആ വീട്ടിലാവുമ്പോ അമ്മാവനെ വേണ്ട പോലെ നോക്കാലോ എന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടി ഒരുപാട് വേദനിച്ചതാ ആ മനസ്സ്. ആ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയാതെ തന്നെ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന മനസ്സാത്. അതെനിക്കറിയാം. എനിക്ക് പലപ്പോഴും അച്ഛനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പഠിച്ച ഉദ്യോഗസ്ഥനാണോന്നായിരുന്നു അച്ഛന്റെ മോഹം. എല്ലാരും ഉദ്യോഗസ്ഥരായ പിന്നെ ബിസിനസ്സിനൊക്കെ ആള് വേണ്ടേ? ബിസിനസ് തരാൻ പറഞ്ഞു, സമ്മതിച്ചില്ല. അല്ല, എന്റെ ഭാഗത്തും തെറ്റണ്ടേ? ആദ്യം ചെയ്ത ബിസിനസ്സിൽ ചില പാകപ്പിഴകൾ വന്നു. ഒരു ഹൗസ് ബോട്ട് ഇട്ടുതരാൻ പറഞ്ഞു. ഈ കുട്ടനാട് വലിയ സ്കോപ്പല്ലേ ഇതിന്, ഒന്നിനും സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് വാങ്ങണം. ചാരു എന്ന പണമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമായിട്ട് ഹൗസ് ബോട്ടുമായി പാതിരാമണലും കുമരകത്തും ഒക്കെ പോകും. ക്യാഷ് നല്ല റെന്റ് കിട്ടും. എന്നിട്ട് അച്ഛന് സമ്പൂർണ്ണ വിശ്രമം കൊടുക്കണം. കൃഷിയും നാട്ടുകാര്യങ്ങളുമായിട്ട് ഒന്നിനും ഓടിയടക്കാൻ സമ്മതിക്കരുത്. അച്ഛനെ മാത്രമല്ല, അമ്മേനെയും. ഈ ആയിരപ്പുറ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മൂത്തമാനായ എന്റെ കടമയില്ലേ, ആ കടമ ഞാൻ നിറവേറ്റും. അക്കാര്യത്തിലേ അരവിന്ദേട്ടൻ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ കൂടെ. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ഞാൻ എന്റെ മൊബൈൽ ടെക്സ്റ്റൈൽസ് അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല ലാഭം. പഴയ സാരികൾ എടുക്കുന്നതും വലിയ വിലയിൽ വാങ്ങിക്കാൻ ആളുണ്ടെന്ന്. പിന്നെ ഇവിടുത്തെ പാവം പെണ്ണുങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്ക് എപ്പോഴും പോകാൻ പറ്റുമോ? ഡ്രസ്സ് മാത്രമല്ല, അവരെന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതെന്തുകൊണ്ടാന്നറിയോ? ഒരു ഡെയിലി ചെട്ടി പോലും രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാ ഞാൻ. പിന്നെ ഒരു രഹസ്യം കേൾക്കണം. നമ്മുടെ ബാലമാമയുണ്ടല്ലോ, രഹസ്യമായിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കാശ് കൊടുത്തു വിടും, കൂടുതൽ വില പറഞ്ഞ് സാരി വാങ്ങിക്കാൻ. എന്നെ സഹായിക്കാനാ. എനിക്കറിയില്ലെന്നാ ബാലമാമയുടെ വിചാരം.